ജമാഅത്തിനോടുള്ള എതിർപ്പുകളും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ വെട്ടിത്തുറന്ന് പ്രഖ്യാപിക്കലുമെല്ലാം ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന തർക്കത്തിൽ ഒരു വ്യക്തി മർഹൂം ഹസൻ മുസ്ലിയാരെ സമീപിച്ചു. പല പ്രാവശ്യവും സത്യത്തിനെതിരായി സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. പല തെറ്റായ ന്യായീകരണങ്ങളും മുമ്പിൽ വെച്ചു കൊടുത്തു. ഹസൻ മുസ്ലിയാർ വഴങ്ങിയില്ല. അവസാനം ഒരു വലിയ സംഖ്യ കയ്യിൽ വെച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ ഈ വിഷയത്തിൽ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്നതിന് പാരിതോഷികമായിട്ടാണോ നിങ്ങൾ ഇത് തരുന്നത് എങ്കിൽ ഞാൻ സ്വീകരിക്കാം, അല്ല നിങ്ങളുടെ വാദമനുസരിച്ച് അംഗീകരിച്ചു തരാനാണെങ്കിൽ എനിക്ക് ഇത് വേണ്ട എന്ന് പറയുകയും ആ സംഖ്യ തിരിച്ചു കൊടുക്കുകയും ചെയ്തത്. അങ്ങനെ സത്യം തുറന്നു പറയുന്നതിൽ ഏറ്റവും വലിയ ധൈര്യം കാണിച്ച പണ്ഡിതന്മാരിൽ ഒരാളാണ് മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ. ആത്മസംസ്കരണത്തിന്റെയും മതപരമായ ബോധവൽക്കരണത്തിന്റെയും പ്രഭാഷണം ഇ.കെ. ഹസൻ മുസ്ലിയാർക്ക് അന്യമായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതില്ല. അർത്ഥഗർഭവും ഹൃദയത്തിൽ തറയ്ക്കുന്നതുമായ ആത്മീയ പ്രഭാഷകനുമായിരുന്നു ശൈഖൂന. സദസ്സിനെ തന്നോടൊപ്പം നിർത്തി എത്ര നേരം പ്രസംഗിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഒരു അനുഭവ സാക്ഷ്യം. അരീക്കോട് പഞ്ചായത്തിലെ പൂക്കോട്ടുചോല എന്ന് പറയുന്ന സ്ഥലത്ത് ഇ.കെ. ഹസൻ മുസ്ലിയാർ അവസാനത്തെ 3 ദിവസം അങ്ങനെ തീരുമാനിച്ചു. നാട്ടിലെ കാരണന്മാരോട് പറഞ്ഞപ്പോൾ അന്ന് ചിലരെല്ലാം പറഞ്ഞത്, ഹസൻ മുസ്ലിയാർ വന്നാൽ നാട് കുഴപ്പമുണ്ടാവും, അയാൾ കടിച്ചു മുറിച്ചിന ആളാണ് എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഞാനും എൻ്റെ അഞ്ചൻ ഐദർ ഫൈസിയും ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പഴയ വയല് പറയണം അവിടെ വന്നിട്ട് എന്ന് പറഞ്ഞു. ഇവിടെ അന്ന് അതിൻ്റെ മുമ്പും അതിൻ്റെ ശേഷവും ഇത്ര ജനം കൂടിയതായിരിക്കുന്ന ഒരു ചരിത്രം പൂക്കോട്ടുചോലനെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടില്ല. 10:15 ഇവിടെ സ്റ്റേജിന്മേൽ കയറി. ആ 10:15 സ്റ്റേജിന്മേൽ കയറിയിട്ട് 4 മണിയാകുന്നത് വരേക്കും ബഹുവന്നരായ ഉസ്താദ് ഒരു ഭാഗത്ത് ചെരിഞ്ഞിങ്ങോട്ട് നിന്നിട്ട് ഒരു കാല് മേശമ്മക്ക് ഇങ്ങോട്ട് ലേശം ചിലപ്പം കാല് കടയുമ്പോൾ ഒന്ന് കയറ്റി വെക്കും. ആ 4 മണി വരെ ആ നിന്ന നൃത്തത്തിൽ ഒരു തുള്ളി വെള്ളവും കൂടി കുടിക്കാതെ ഒരു ഉപദേശം നൽകി. ഇവിടുത്തെ പഴമക്കാർ അന്ന് പറഞ്ഞത്, ഹസനെ ഞങ്ങളെ ചെവി മുളച്ചതിൻ്റെ ശേഷം ഇതേമാതിരി ഒരു വയല് കേട്ടിട്ടില്ല. ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നതിനു പകരം അവയെ ഉപാധിയാക്കി ദൗത്യനിർവഹണം നടത്താനാണ് ശൈഖൂന ശ്രമിച്ചത്. ഇല്ലായ്മയുടെ സ്വാഭാവികതയായിരുന്നില്ല അവിടുത്തെ ലളിത ജീവിതം, ലാളിത്യത്തെ വരിച്ചതുകൂടിയായിരുന്നു. ത്യാഗവും ലാളിത്യവും ധീരതയും നിർഭയത്വവും ആ ജീവിതത്തിന് തിളക്കവും അനുകരണീയതയും പതിച്ചു നൽകി. ജീവിതത്തിൽ ഭൗതികമായി ഒന്നും സമ്പാദിക്കാത്ത വ്യക്തി, ദാരിദ്ര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ധാരാളം അനുഭവപ്പെട്ട് സഹിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തി. പാലക്കാട് ജില്ലയിൽ നിന്ന് ബാഗിൻ്റെ 3 അറകളിൽ ഒരു അറയിൽ വസ്ത്രവും മറ്റ് 2 അറകളിൽ അരി വാങ്ങി കൊണ്ടുവന്ന് മലപ്പുറം ജില്ലയിൽ കൂടുതൽ വിലക്ക് പകുതി അരി വിൽക്കുകയും പകുതി വീട്ടിലെ ഉപയോഗത്തിന് എടുക്കുകയുമായിരുന്നു വളരെ പ്രാവശ്യം ചെയ്തിട്ടുള്ളതെന്ന് എന്നോട് നേരിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ശമ്പളവും മുഴുവനും മുതഅല്ലിമീങ്ങൾക്ക് വസ്ത്രം വാങ്ങാനും ഭക്ഷണത്തിനെല്ലാം കൊടുക്കും. സ്വന്തം ചെലവിന് ഒന്നും ഉണ്ടാവുകയില്ല. ആ നിലക്ക് ദുന്യാവിനോട് യാതൊരു ബന്ധവുമില്ലാതെ, ദുന്യാവിനോട് പിടുത്തമില്ലാതെ ദീനിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം
തൻ്റെ ധനവും തൻ്റെ അധ്വാനവും തൻ്റെ സമയവും ചെലവഴിച്ച വ്യക്തിയാണ്. ഈ നിലയിലുള്ള ഇഖ്ലാസ് തികഞ്ഞ പ്രവർത്തനത്തിൻ്റെ പേരിലാണ് പിന്നീട് മഹാനവറുകൾ ലോകം മുഴുക്കെ അറിയപ്പെട്ട ഉന്നതമായ സ്ഥാനത്തേക്ക്. ഞങ്ങൾ പുത്തുപ്പാടത്ത് ഓതുന്ന സമയത്ത് പള്ളിയുടെ മുകളിൽ പുളിക്കൽ അറബിക് കോളേജിൽ നിന്ന് പഠിക്കുന്ന കുറച്ച് കുട്ടികൾ വന്ന് രാത്രി അവിടെ ദർസിൽ ഓതാൻ വരും. അപ്പോൾ ഉസ്താദ് ദർസിൽ വന്നിങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു കുട്ടി ഒരു ഖുർആന് എന്തൊരു പരിഭാഷ ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ വായിക്കുന്നത് കണ്ടപ്പോൾ എവനോട് ചോദിച്ചു, ഇതെന്താ കിതാബ് എന്ന്. ഉസ്താദ് അവിടെ ഓതിക്കൊടുക്കുന്ന കിതാബല്ലല്ലോ. അപ്പോൾ എവൻ പറഞ്ഞു, വഹി മുഹമ്മദ് എന്ന് പറഞ്ഞു. അവിടുന്ന് അവൻ്റെ കൈപിടിച്ച് എന്നുവെച്ച്, ഈ ദർസിൽ ഞാൻ ഓതിത്തരുന്ന കിതാബ് മാത്രമേ പറ്റുള്ളൂ, പോകണമെന്ന് പറഞ്ഞ് ദർസിൽ നിന്ന് പുറത്താക്കി. ഏതാണ്ട് 5 6 7 കുട്ടികൾ അന്ന് പുളിക്കൽ മദീനത്തുൽ കോളേജിൽ പഠിക്കുന്നുണ്ട്, പുത്തുപാടത്തുള്ളവർ. പിറ്റേത് രാത്രി ഇവരും ഇവരുടെ രക്ഷിതാക്കളും ദർസിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ ശേഷം ഇവരുടെ ഭയങ്കരമായ അവിടുത്തെ വലിയ പ്രഗത്ഭന്മാരും പ്രതാപമുള്ളവരും അവർ ഒരു 10-20 ആളും ഈ കുട്ടികളെ ദർസിൽ കയറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ മകളിൽ ശബ്ദത്തിൽ ഓതുകയാണ്. ഞങ്ങൾ താഴെയുള്ള വിവരങ്ങളൊന്നും അറിയില്ല. ഞങ്ങളുടെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, ഓതുകയാണ്. അപ്പോഴാണ് ഈ ആളുകൾ കയറ്റാൻ വന്നത്. താഴെ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ഞങ്ങൾ താഴെ കോണിയിൽ കൂടി താഴെ നോക്കുമ്പോൾ ഈ കോണിൻ്റെ പടിയിൽ ഇങ്ങനെ ഇടത്തെ കൈകര വെച്ചിട്ട് വന്യരായ ശൈഖുന ഒറ്റക്ക് ഈ ദർസിലേക്ക് കയറ്റാൻ വന്ന രക്ഷിതാക്കളോടും അവരുടെ മക്കളോടും സംസാരിക്കുന്നു. അത്ഭുതപ്പെട്ടുപോയി. മുജാഹിദ് ജമാഅത്ത് എന്ന നിലയിൽ എൻ്റെ ദർസിൽ കയറാൻ ഞാൻ അനുവദിക്കൂല. ഞാനിവിടെ അനുവദിച്ചതോ ഞാൻ പഠിപ്പിക്കുന്ന കിതാബോ അതാണ് ഈ ദർസിൽ ഓതേണ്ടത്, ഞാൻ നേതൃത്വം നൽകുന്നത്. വേറെ അറബിക് കോളേജിൽ നിന്നിട്ടോ ഞാൻ പഠിപ്പിച്ചതല്ലാത്ത എൻ്റെ പെർമിഷൻ ഇല്ലാത്ത കിതാബ് ഇവിടെ ഓതാൻ പറ്റൂല. എന്നിട്ട് ഒറ്റയ്ക്ക് ആ കോണിയിൽ അടച്ചിട്ട് ഈ വലിയ സമൂഹത്തിനിടയിൽ നിന്നു. പക്ഷേ ഒരാൾക്കും തന്നെ അങ്ങോട്ട് കേട്ടാൻ ധൈര്യമുണ്ടായില്ല. കാസർഗോഡ് ഖാദിയായിരുന്ന കാലഘട്ടത്തിൽ, അവിടെ മുദരിസായിരുന്ന കാലഘട്ടത്തിൽ ആണ് അദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഒരിക്കൽ ഒരനുഭവം എനിക്കുണ്ടായി, മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത അനുഭവം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഈ ഉള്ളവൻ രാത്രി 12 മണിക്കുള്ള ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ ട്രെയിൻ കുറേ ലേറ്റാണെന്നുള്ള വിവരം കിട്ടി. ആ കാലഘട്ടത്തിൽ ടൈമിനൊന്നും ട്രെയിൻ ഓടാറുണ്ടായിരുന്നില്ല. അങ്ങനെ